വഞ്ചനയിലും ചതിയിലും പെട്ടുപോകാതിരിക്കാനുള്ള ഒരു ദുആയാണ്. ഒരുപാട് ബിസിനസ്സുകളാണെങ്കിലും വസ്തു കച്ചവടമാണെങ്കിലും സാധാരണയുള്ള ചെറിയ കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരേ പ്രോഗ്രാമുകളാണെങ്കിൽ പോലും ഒരുപാട് വഞ്ചനയും ചതിയും ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ വെറുക്കുന്ന ആ ദുർഗുണം നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹു എടുത്തു മാറ്റി തരുമാറാകട്ടെ. ഒരു കാരണവശാലും അത്തരം ദുർഗുണത്തിൽ നമ്മൾ പെട്ടുപോകരുത്. അങ്ങനെയുള്ളവരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമുക്കൊരു വലിയ ആയത്ത് പഠിപ്പിച്ചു തരികയാണ്. എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ധാരാളം ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ തുടങ്ങുമ്പോൾ അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. എങ്കിലും അൽഹംദുലില്ലാഹ് എഴുതിയെടുക്കുക എളുപ്പമാണ് പഠിക്കാൻ. വ ഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ പറയുക. രണ്ടാമത് അത് വ്യക്തമായി എഴുതിയെടുക്കുകയും ചെയ്യുക. അറബിൽ എഴുതി കാണിക്കാൻ കഴിയില്ല. അറബി അക്ഷരങ്ങൾ മലയാളത്തിലാണ് എഴുതുന്നത്. ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ അറബി അക്ഷരങ്ങളുമായി ബന്ധമുള്ളവർ അത് വ്യക്തമായി അറബിയിലാക്കി എഴുതണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വ ഉഫവ്വിദു അംരി ഇലല്ലാഹ്, വ ഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ് എന്നാണ്. വഉഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യങ്ങളെ പൂർണ്ണമായും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്റെ കാര്യങ്ങളെ പൂർണ്ണമായും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അള്ളാഹു പടച്ചതമ്പുരാൻ അവന്റെ അടിമകളെ സൂക്ഷ്മജ്ഞാനമായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. അവന്റെ അടിമകളെ അള്ളാഹു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ചതിയിൽ പെടുമോ എന്ന് പേടിച്ചു പോയാൽ ഓരോ വഖത്ത് നിസ്കാരവും കഴിഞ്ഞ് ഒരു 11 പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് ഇത് ഓതി ദുആ ചെയ്യുക. സർവ പിശാചിന്റെയും മനുഷ്യ പിശാചിന്റെയും ശർറിൽ നിന്നും ചതിയിൽ നിന്നും അല്ലാഹു